മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള യു.ഡി.എഫ് സർക്കാർ മെയ് 18-നാണ് അധികാരമേറ്റത്. സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു മാസം പോലും പൂർത്തിയായിട്ടില്ല. എന്നാൽ ഇതിനോടകം ഒട്ടേറെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സർക്കാരിന് കഴിഞ്ഞു. സാധാരണയായി ഒരു പുതിയ സർക്കാർ അധികാരമേറ്റാൽ അവർക്കൊരു ഹണിമൂൺ പീരീഡ് പ്രതിപക്ഷവും ജനങ്ങളും നൽകും. സംവിധാനം തങ്ങളുടേതായ രീതിയിലാക്കി ഭരിച്ചു തുടങ്ങാനുള്ള സമയമാണിത്. അതുവരെയുള്ള കുറ്റവും കുറവുമെല്ലാം പ്രതിപക്ഷം കാര്യമായി എടുക്കാറില്ല. അതിനുശേഷമാണ് സർക്കാരിനെ അവരുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും വിമർശിക്കുകയും ചെയ്യുക. കഴിഞ്ഞ 2 പിണറായി സർക്കാരിന്റെ കാലത്തും അത്തരമൊരു സമീപനം പ്രതിപക്ഷമായ യു.ഡി.എഫ് സ്വീകരിച്ചത് നാം കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഇത്തവണ അതിന് വിരുദ്ധമായ ഒരു സമീപനമാണ് എൽ.ഡി.എഫിൽ നിന്ന് കാണുന്നത്. യു.ഡി.എഫ് സർക്കാരിന് ശ്വാസം വിടാനുള്ള സമയം പോലും നൽകേണ്ടെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. തങ്ങൾ അനുഭവിച്ച ഹണിമൂണൊന്നും അവർക്ക് ബാധകമല്ലെന്നാണ് CPM പറയുന്നത്. യു.ഡി.എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ദിവസങ്ങൾക്കകം തന്നെ സമരവും പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുകയായിരുന്നു LDF, പ്രത്യേകിച്ച് CPM. എന്നാൽ പിന്നീട് ഒന്നടങ്ങി. 10 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തിയ സർക്കാരിനെതിരെ തുടക്കത്തിലെ എതിർപ്പുമായി ഇറങ്ങിയാൽ ജനം എതിരാകുമെന്ന തിരിച്ചറിവായിരുന്നു അതിന് കാരണം. മന്ത്രി സണ്ണി ജോസഫിന്റെ സ്റ്റാഫിലെ ബന്ധുനിയമനത്തിൽ വിമർശനം ഉന്നയിച്ചെങ്കിലും കാര്യമായി എടുത്തില്ല. പക്ഷേ സർക്കാർ ധവളപത്രം പുറത്തുവിട്ടത് CPM-നെ വല്ലാതെ ചൊടിപ്പിച്ചു. ഇത് തങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയെന്ന് തിരിച്ചറിഞ്ഞതോടെ സർക്കാരിനെ കടന്നാക്രമിക്കാമെന്ന തീരുമാനത്തിലേക്ക് CPM എത്തി. ഇതിൽ CPM പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് 2 മന്ത്രിമാരെയാണ്. അത് ആരോഗ്യമന്ത്രി K. മുരളീധരനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണുമാണ്. ഈ 2 വകുപ്പുകൾക്കെതിരെയും ശക്തമായ ആക്രമണമാണ് CPM നടത്തുന്നതെന്ന് കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം പഴികേട്ടതും അങ്ങേയറ്റം പരാജയവുമായ 2 വകുപ്പുകൾ ഇവയായിരുന്നു. മന്ത്രിമാരായ R. ബിന്ദുവും വീണ ജോർജും ദയനീയ പരാജയമായിരുന്നു. അക്കാര്യം സാധ്യമായ ഓരോ അവസരത്തിലും UDF ജനങ്ങളുടെ മുന്നിൽ തുറന്നുകാട്ടി. അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. 2 മന്ത്രിമാരും ദയനീയ തോൽവി ഏറ്റുവാങ്ങിയത് വെറുതെയല്ല. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ കാവ്യവൽക്കരിക്കുന്ന വിമർശനമാണ് CPM ഉയർത്തുന്നത്. ഗവർണർ VC-മാരെ തിരികെ കയറ്റുന്നതും ഏറ്റവും ഒടുവിൽ 3 VC-മാർ RSS പരിപാടിയിൽ പങ്കെടുത്തതും ചൂണ്ടിക്കാട്ടി മന്ത്രി റോജിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷം. എന്നാൽ VC-മാർക്കെതിരെ ശക്തമായ വിമർശനം ഉയർത്തി രംഗത്ത് വന്ന മുഖ്യമന്ത്രി തന്നെ ആ ആരോപണങ്ങളുടെ മുനയൊടിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും VC-മാർ RSS പരിപാടിയിൽ പങ്കെടുത്ത വിവരം പുറത്തുവന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി ഒരക്ഷരം മിണ്ടിയിരുന്നില്ല. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി K. മുരളീധരനെ CPM വളഞ്ഞാക്രമിക്കുന്നത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറെ സ്ഥലം മാറ്റിയതും അവരെ ചൊടിപ്പിച്ചു. CPM ഭരണകാലത്ത് തകർന്ന ആരോഗ്യരംഗത്തെ ഉയർത്തിയെടുക്കുകയാണ് മുരളീധരൻ. നിപയെ നിലവിൽ മികച്ച രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ട്. സർക്കാരിന് തുടക്കത്തിൽ തന്നെ കയ്യടി നേടിയ മന്ത്രിമാരിൽ ഒരാളാണ് മുരളീധരൻ. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് മോശമാണെന്ന പ്രതീതി പരത്തേണ്ടത് CPM-ന് ആവശ്യമാണ്. എന്നാൽ ആരോഗ്യമന്ത്രിക്കും പൂർണ്ണ പിന്തുണയാണ് മുഖ്യമന്ത്രി നൽകുന്നത്. തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയുടെ ആഘാതത്തിലും പ്രതിരോധത്തിലുമാണ് CPM. തോൽവിയുമായി ബന്ധപ്പെട്ട് താഴെത്തട്ടിൽ നിന്നുള്ള വിമർശനങ്ങൾ പാർട്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തുകയും അത് വലിയ ചർച്ചയാവുകയും ചെയ്യുന്ന സമയമാണ്. തെറ്റുതിരുത്തലുകൾക്ക് പാർട്ടി നിർബന്ധിതരാകുന്നു. പിണറായിയും MV ഗോവിന്ദനും വിമർശിക്കപ്പെടുന്നു, പ്രതിക്കൂട്ടിലാകുന്നു. അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കുക എന്ന ലക്ഷ്യം CPM-നുണ്ട്. അതിന് സർക്കാരിനെ കടന്നാക്രമിക്കുക എന്ന തന്ത്രമാണ് CPM പയറ്റുന്നത്. പക്ഷേ സ്ത്രീകളുടെ സൗജന്യയാത്ര ഉൾപ്പെടെ ജനകീയ പദ്ധതികളുമായി UDF മുന്നോട്ടു പോകുമ്പോൾ വട്ടം കറങ്ങുകയാണ് പ്രതിപക്ഷം.